ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിരാവിലെ നമ്മൾ എഴുന്നേറ്റതിന് ശേഷം ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പേ ഞാൻ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയട്ടെ. നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്കും ഉള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്കിത് തുടങ്ങാം. ഇപ്പോൾ എൻ്റെ കാര്യം എടുത്താലും ഞാനാണെങ്കിലും ഏതൊരു കാര്യത്തിനും തുടക്കത്തിൽ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി പിന്നീട് അങ്ങോട്ട് കാണിക്കാറില്ല. അപ്പോൾ നമുക്ക് എന്തും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പുതുതായിട്ട് തുടങ്ങാൻ വലിയ മടിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും, ഞാൻ ആ ജിമ്മിൽ പോയി ചേർന്നിട്ട് 2 ദിവസമാണ് പോയത്, പിന്നെ ഇതുവരെയും പോകാനേ പറ്റിയിട്ടില്ല. അവിടെ പോയിട്ട് 2 ദിവസം പോയി, ഇത് ചെയ്തിട്ട് 3 ദിവസം ചെയ്തു, യോഗ ക്ലാസ്സിന് 4 ദിവസം പോയി. ഇതെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടത്, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാതിരിക്കുക. ആദ്യമേ നമ്മൾ മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക, എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ഞാനിത് ചെയ്യും, അല്ലാതെ എന്നും ഞാനിത് ചെയ്യും, ഇനി തൊട്ട് ഇത് തന്നെയാണ് എൻ്റെ പ്രഭാതത്തിലെ റൊട്ടീൻ എന്ന് പറയുന്നത്, ഇത് തന്നെയാണ്, ഇങ്ങനെ ഞാൻ ചെയ്യും എന്ന് തീരുമാനിക്കാതിരിക്കുക. നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ടും വേറൊരു തോട്ടാണ് മാറ്റി വയ്ക്കൽ. അതായത് നമ്മൾ ഇന്നലെ ചെയ്തില്ലല്ലോ, ഇനി നമുക്ക് നാളെ ചെയ്യാം, അങ്ങനെ ഒരു ചിന്ത. ഇന്നലെ കഴിഞ്ഞു, നാളെ ഇനി വരുമോ ഇല്ലേ എന്ന് അറിയത്തുമില്ല. അപ്പോൾ ഇന്ന് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഇന്ന് നമ്മളങ്ങ് ചെയ്യുക. ഇന്നലെ ചെയ്തോ, മെനഞ്ഞാന്ന് ചെയ്തോ, നാളെ ചെയ്യുമോ, ഇനി അടുത്ത ആഴ്ച ചെയ്യുമോ, അതൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ചിലപ്പം ഒരു മാസം മുന്നേ ആയിരിക്കും ചെയ്തത്, പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വിചാരിക്കുകയാണ് ചെയ്യാം, സമയമുണ്ട്, നമ്മളങ്ങ് ചെയ്യുക. അല്ലാതെ ഞാനൊരു 52 വയസ്സ് വരെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ചെയ്തില്ലല്ലോ, കഴിഞ്ഞ മാസം ചെയ്തില്ലല്ലോ, കഴിഞ്ഞ ആഴ്ച ചെയ്തില്ലല്ലോ, ഇന്നലെ ചെയ്തില്ലല്ലോ, അപ്പോൾ ഇനി അടുത്ത ആഴ്ച ചെയ്യാം, അങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറേ ഇല്ല. മാസത്തിൽ ഒരു തവണയെ നമുക്ക് ചെയ്യാൻ അവസരം കിട്ടിയുള്ളെങ്കിൽ ഒരു മാസത്തിൽ ആ ഒരു ദിവസം ചെയ്യും. അങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്താണെന്നറിയാവോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളിന്നത് ചെയ്യുന്നു, പിന്നെ നമുക്ക് മടി വരാൻ പാടില്ല. മടിയെ നമ്മളൊന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തീരുമാനിക്കണം, ഇന്നത്തെ ദിവസം എൻ്റെയാണ്, ഇന്നത്തെ ദിവസം ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമെന്ന് നമ്മളൊരു ദൃഢനിശ്ചയം എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് മടി ഒന്ന് നമ്മൾ മാറ്റണം. അതെനിക്കും ഉണ്ട്. ചില ദിവസങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഞാൻ മാറിയും തിരിഞ്ഞും നമ്മൾ ചെയ്യും. എന്നും നമുക്ക് ഒരേ കാര്യം, ഇപ്പോൾ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്ന് പറയുന്നത് നമുക്ക് ബോറടിക്കും. രാവിലെ എന്നും ഇരുന്ന് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ എന്നും നമ്മൾ മാറ്റിയും തിരിച്ചും നമുക്ക് മോർണിംഗിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ ദിവസം നമ്മളൊരു കാര്യം ചെയ്താൽ നാളെ നമുക്ക് മാറ്റി ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു ടൈമിൽ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നമ്മൾ ചെരുപ്പിടാതെ ഭൂമിയിൽ ചവിട്ടി ഒരു 10 മിനിറ്റ് നടക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ചക്രയെ, നമുക്ക് 7 ചക്രാസ് ഉണ്ടെന്നറിയാലോ. അപ്പോൾ അതിലുള്ള മൂലാധാര ചക്രത്തിന് ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഭൂമിയിൽ ചെരുപ്പിടാതെ ചവിട്ടി നടക്കുക എന്നുള്ളത്. അപ്പോൾ വെയിൽ കൊണ്ട് സൂര്യൻ ഉദിച്ചു വരുന്ന ആ സൂര്യൻ്റെ വെയിൽ കൊള്ളുന്ന നമ്മുടെ ഓറയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് 2 ബെനിഫിറ്റ് ഇതുകൊണ്ടുണ്ട്. ഒന്ന്, സൂര്യപ്രകാശം നമ്മളെ ഏൽക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഒരു ഓറയുടെ ഒരു ഹൈലൈറ്റും, രണ്ടാമത് ചെരുപ്പിടാതെ നമ്മൾ നടക്കുന്നത് വഴി നമ്മുടെ ചക്രയ്ക്ക് കിട്ടുന്ന ഒരു ബൂസ്റ്റിങ്ങും. അപ്പോൾ 2 കാര്യങ്ങൾ ഒരേ ടൈമിൽ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഒപ്പനോ പ്രെയർ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ അറ്റ് എ ടൈം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ വെയിൽ കൊള്ളുന്നത് സൂര്യ ഉദയത്തിന് കൊള്ളുന്നതിനെ കാര്യമുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ വെയിലൊന്നും കൊള്ളില്ല. ആ ഒരു സമയം സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ടൈമിൽ നമ്മൾ സൂര്യനെ നോക്കി ഇരിക്കുക അല്ലെങ്കിൽ നടക്കുക,
ആ ഒരു പ്രക്രിയ വളരെ നല്ല ബൂസ്റ്റിംഗ് ആണ് നമ്മളെ ചക്രാസിനൊക്കെ. അത് ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യുക. ഇനി നിങ്ങൾ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നതെങ്കിലും ഭൂമിയിൽ എവിടെയെങ്കിലും തണലുള്ള സ്ഥലത്ത് ഒരു 10 മിനിറ്റ് ചെരുപ്പിടാതെ ഒന്ന് നടക്കുക. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത് ചെയ്യാവുന്നതാണ് യോഗ പ്രാക്ടീസ് ചെയ്യാം. അതിൽ തന്നെ പ്രാണായാമം ചെയ്യുമെന്ന് പറയുന്ന ഒരു യോഗയുണ്ട് ശ്വാസത്തിൻ്റെ. അത് ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞത്. അതൊരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. അത് തന്നെ യൂട്യൂബിൽ ഇഷ്ടംപോലെ പ്രാണായാമ വീഡിയോസ് ഉണ്ട്. അത് ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് ഡോക്ടർ അഖില വിനോദിൻ്റെ പ്രാണായാമം എന്ന് പറഞ്ഞ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വീട്ടിലെന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് വീഡിയോ കിടപ്പുണ്ട്. അത് നോക്കിയിട്ടാണ് ഞാൻ വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. ഈ പറയുന്ന പോലെ ഞാൻ എന്നും എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഞാൻ ചെയ്യും. ഇന്ന് ചിലപ്പോൾ എനിക്ക് അതാണ് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ ഞാൻ അത് ചെയ്യും. അങ്ങനെ അപ്പോൾ നമുക്ക് പ്രാണായാമം ആ ഒരു ഇത് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ഒന്നും വേണ്ട, നമ്മളിങ്ങനെ ശ്വാസം ഇങ്ങനെ എടുക്കുന്നത് ശ്രദ്ധിച്ച് നമ്മളെ ശ്വാസം ഏതൊക്കെ വഴി കൂടി ഇങ്ങനെ പോകുന്നു എന്നുള്ളത് ശ്രദ്ധിച്ച് നമുക്കൊരു 2 മിനിറ്റ് ഇരിക്കാം. സൈലൻ്റായിട്ടിരിക്കാം. മെഡിറ്റേഷൻ ചെയ്യുന്നത് തന്നെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനൊന്നും അറിഞ്ഞൂടെങ്കിൽ വെറുതെ കണ്ണടച്ച് നമുക്ക് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് 2 മിനിറ്റ് സൈലൻറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. വെറുതെ ഇരിക്കുക. ചിന്തകളൊക്കെ വന്ന് പൊക്കോട്ടെ. രാവിലെ കഞ്ഞിക്ക് എന്ത് കറി വയ്ക്കും, അത് ഇത് മറ്റത് മറിച്ചതൊക്കെ വരുന്നതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങ് പറഞ്ഞ് അങ്ങ് വിടുക. ഒരു ചിന്തയ്ക്കൊരു 90 സെക്കൻഡ്സോ മറ്റോ ദൈർഘ്യമേ ഉള്ളൂ. അപ്പോൾ അത് വന്ന് അതങ്ങ് പൊക്കോളും. കാര്യം ഇതൊന്നും ഇല്ലാണ്ട് നമ്മളില്ല. നമ്മളിതൊക്കെ കൂടെ ചേർന്നത് തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർ നമുക്ക് ആക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിനൊന്നും വേണ്ടി നമ്മൾ ശ്രമിക്കുകയേ ചെയ്യരുത്. പിന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മളൊരു ക്രീമോ സൺസ്ക്രീമോ എന്തെങ്കിലും കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കി നമ്മളിങ്ങനെ ചിരിക്കുക എന്നുള്ളത്. എഴുന്നേറ്റ ഉടനെ നമ്മളെ നോക്കി നമ്മളിങ്ങനെ ചിരിക്കുക എന്ന് പറയാം. നമ്മൾ പറയാറില്ലേ, പണ്ടുള്ളവർ പറയോ കണി കണ്ടു, ഇന്ന് ആരെ കണി കണ്ടോ എന്തോ എന്ന് പറയില്ലേ. നമ്മളെ തന്നെ നമ്മൾ കണി കാണുന്നു. നമ്മളെ ചിരിച്ച മുഖത്തോടു കൂടി നമ്മളോട് സംസാരിക്കുന്നു, നമ്മളോട് ഗുഡ് മോർണിംഗ് പറയുന്നു. നമ്മളുടെ സോൾ ടു സോൾ കണക്ഷൻ മിററിൽ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. മിററിൽ നോക്കി നമുക്ക് അഫർമേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മിറർ നോക്കി ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമ്മൾ എഴുന്നേറ്റ ഉടനെ നമുക്ക് ചെയ്യാവുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മ്യൂസിക് ഇട്ടിട്ട് നിങ്ങൾക്ക് ഡാൻസ് അഫർമേഷൻ ചെയ്യാം. ഒരു 5-10 മിനിറ്റ് വെറുതെ ചാടിത്തുള്ളുക എന്നുള്ളതാണ്. വെറുതെ ഒന്ന് തുള്ളിക്കളിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റക്ക് ഇമോഷൻസ് ഒക്കെ റിലീസാകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്കൊരുപാട് സങ്കടങ്ങളും തലേ ദിവസത്തെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന എല്ലാം നമ്മൾ ഒന്ന് ഡാൻസ് കളിച്ചാൽ നിങ്ങളിങ്ങനെ ഇപ്പം തന്നെ നിങ്ങളിങ്ങനെ ഒന്ന് ആക്കി നോക്കൂ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടെക്നിക്കാണ്. നമ്മളിങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് കൈയൊക്കെ എടുത്തിട്ട് ഐ ആം ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് അഫർമേഷൻസ് ഡാൻസ് കളിച്ചുകൊണ്ട് ഐ ആം ഹാപ്പി, ഐ ആം വെൽത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5-10 അഫർമേഷൻസ് കാണാതെ പഠിച്ചു വെച്ചിട്ട് എപ്പോഴും നമ്മളിങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 5 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു മ്യൂസിക് ഇട്ട് ഡാൻസ് കളിച്ചിട്ട് നിങ്ങൾ ഈ ഒരു അഫർമേഷനും ഒക്കെ പറഞ്ഞ് ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ എന്തൊരു ഫ്രഷ് ആകുമെന്ന് അറിയാവോ? വളരെയധികം ഫ്രഷ് ആകും. അതുപോലെ നിങ്ങൾക്ക് സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്യാം. അത് വളരെ നല്ലൊരു കാര്യമാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് എഴുതാം. അതൊരു ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ അത് നമുക്ക് ഈ രാവിലെ കുത്തിയിരുന്ന് എഴുതൽ ഇച്ചിരി മടിയുള്ളവരെ സംബന്ധിച്ച് വലിയ മടിയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതെല്ലാം മാറിയും തിരിഞ്ഞ് ഒരു ദിവസം എന്തേലും ഒരെണ്ണം ചെയ്യും. അല്ലാതെ എല്ലാം കൃത്യമായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല.
ഇടയ്ക്ക് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇരുന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ആദ്യം യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. യൂണിവേഴ്സിന്, പ്രപഞ്ചശക്തിയോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി, ഇന്നത്തെ ദിവസം നമ്മളിതാ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇന്ന് വരുന്ന എല്ലാ ബ്ലെസ്സിങ്സിനും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാം. നമ്മളുടെ പാരൻസിന് ഉറപ്പായിട്ടും, നിങ്ങളുടെ പാരൻസ്, നമ്മുടെ പാരൻസ് എത്ര ടോക്സിക് പാരൻറ്റിങ് ആയിരുന്നു എന്ന് പറഞ്ഞാലും അവർ കാരണമാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് അവർക്ക് നന്ദി പറയുക. പിന്നെ ടീച്ചേഴ്സിന് നന്ദി പറയുക, ഗുരുക്കന്മാർക്ക് നന്ദി പറയുക. ഇപ്പോൾ നമുക്ക് അറിവെന്ന് പറയുന്നത് കിട്ടുമ്പോഴാണല്ലോ നമ്മളായി മാറുന്നത്. അപ്പോൾ ആ അറിവ് പകർന്നു വരുന്ന ഓരോ ഗുരുക്കന്മാർക്കും നമുക്ക് നന്ദി പറയാം. അപ്പോൾ ഗുരുക്കന്മാർക്ക് ടോട്ടലി നമുക്കങ്ങ് നന്ദി പറയാം. അതുപോലെ നമ്മളുടെ ബോഡി, നമ്മൾ മൂവ് ചെയ്യും, നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ബോഡിക്കൊരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ നമ്മളെ ബോഡിയെ നമുക്ക് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്യാം, ഉമ്മം കൊടുക്കാം, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മളുടെ ഓർഗൻസിനെല്ലാം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. പിന്നെ നമ്മളുടെ മൈൻഡിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മളെ ഗൈഡ് ചെയ്യുന്നത് നമ്മളുടെ മൈൻഡാണ്, നമ്മളുടെ പവർ ആണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്, നമ്മളെ വഴികാട്ടിയാണ്. അപ്പം നമ്മളുടെ മൈൻഡിന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. പിന്നെ നമ്മളുടെ ഫാമിലിയാണ് നമ്മളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫാമിലിക്ക് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. പിന്നെ നമ്മളുടെ ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നവരാണ്. ആ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നന്ദി പറയാം. പിന്നെ നമ്മളുടെ കരിയറിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ ഈ കരിയർ ഉള്ളവർക്ക് കരിയറിന് വേണ്ടി നന്ദി പറയാം. ഇനി കരിയർ ഇല്ലാത്തവർക്കും അത് ഉള്ളതായിട്ട് നമുക്ക് നന്ദി പറയാം. കാര്യം നമ്മൾ നന്ദി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇല്ലാത്ത ഇത് നമ്മളെ തേടി വരും. അതാണ് ഈ നന്ദി പറയും. ഇപ്പം വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, കുടുംബ വഴക്കൊക്കെയാണ്, ബഹളങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ലൊരു കുടുംബം തന്നതിന് ബ്ലെസ്സിങ് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ സത്യത്തിൽ മാറിപ്പോകും. അതാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രത്യേകത. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്തത് നമ്മൾക്ക് ഉണ്ടായി വരും. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾക്കും കൂടി നമുക്ക് നമ്മൾക്ക് ആവശ്യമാണ്. എനിക്കൊരു ജോലി അത്യാവശ്യമാണ്, പക്ഷെ എനിക്കില്ല, എന്നാലും ഞാൻ എൻ്റെ ജോലിക്ക് നന്ദി പറയുമ്പോൾ ഇല്ലാത്ത ജോലി നമ്മളെ തേടി വരും. അത് ഉറപ്പായ കാര്യമാണ്. അപ്പം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മളുടെ ഒരു കരിയറിന് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. പിന്നെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനോട് ഞാൻ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. കാര്യം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കാരണമാണ് എനിക്ക് അറിവുണ്ടായത്, എനിക്ക് ഫെയിം ഉണ്ടായത്, എനിക്ക് പൈസ ഉണ്ടായത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനോടും നന്ദി പറയും. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന എല്ലാ ദിവസവും ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് നന്ദി പറയും. എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ നന്ദി പറയും. ഇനിയിപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ നന്ദി പറയും. അങ്ങനെ നമുക്ക് പേഴ്സണലി നമുക്കുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നന്ദി പറയാം. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നന്ദി പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് മണി. നമ്മുടെ കൈവശമുള്ള പൈസയ്ക്ക് നമുക്ക് നന്ദി പറയാം. നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് വിചാരിക്കുക എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന്. സത്യത്തിൽ അല്ല, നമ്മുടെ കയ്യിൽ പൈസയുണ്ട്. നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സായാലും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറയാം. കാര്യം നമ്മുടെ ശരിക്കും പൈസ എന്ന് പറയുന്നത് ചെറിയ ഒരു കറൻസി അല്ല, അത് നമുക്ക് അതൊരു എനർജിയാണ്. ആ എനർജിയാണ് നമ്മളുടെ ഡ്രീമിന് ചിറക് തരുന്നത്. നമ്മളുടെ സ്വപ്നങ്ങളുടെ ചിറകാണ് ഈ പൈസ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ നമുക്ക് പറയാം. നമ്മുടെ കൈവശമുള്ള വെൽത്തിന്, നമുക്കുള്ള വീടിന്, നമുക്കുള്ള ആഭരണങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ഉള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും വാങ്ങാൻ സാധിച്ചത് ഈ പൈസ കൊണ്ടാണ്. അപ്പോൾ ഈ പൈസയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുക തന്നെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് മാറിയും തിരിഞ്ഞ് നമ്മൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ തന്നെ നമ്മുടെ മോർണിംഗിൽ ഒരു നല്ലൊരു ഹൈ വൈബ്രേഷനിൽ നമുക്ക് അന്നത്തെ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് മാറിയും തിരിഞ്ഞ് ചെയ്യാം. പിന്നെ
ഫൊർഗീവ്നെസ് അഫർമേഷൻസ് എഴുതാം. കാര്യം രാവിലെ എഴുന്നേറ്റ് നമുക്ക് മാപ്പ് കൊടുക്കാൻ ഉള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു 11 തവണയെങ്കിലും നിങ്ങളൊരു ഹോപ്പനൊപ്പനോ പ്രെയർ ഉണ്ടല്ലോ അവർക്ക് വേണ്ടി എഴുതുക എന്നുള്ളതാണ്. 11 തവണ, നമുക്ക് അത്ര ടൈമേ ഉള്ളെങ്കിൽ 11 തവണ എഴുതുക. നമുക്ക് നമ്മളോട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചവരെ നമ്മൾ ക്ഷമിച്ചുകൊണ്ട്, നമ്മളുടെ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അവരോട് ക്ഷമിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വലിയ വൈബ്രേഷണൽ ഹൈപ്പ് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയ, നിങ്ങൾക്ക് ഒട്ടും സമയമില്ല, നിങ്ങൾക്ക് മുല കുടിക്കുന്ന കുട്ടിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെയും വീട്ടിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു ഡിക്ലറേഷൻ, ഒരു മിനിറ്റ് സമയം അതിനുവേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. നെഞ്ചിലിങ്ങനെ കൈവയ്ക്കുക. നെഞ്ചിൽ കൈവയ്ക്കുക എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ ഹാർട്ട് ചക്ര ഉള്ളത്. അപ്പോൾ ആ ഹാർട്ട് ചക്രയിൽ ഇങ്ങനെ കൈവയ്ക്കുക. കൈവച്ചതിന് ശേഷം നിങ്ങൾ എഴുതിയെടുത്തോളൂ, ഞാൻ പതുക്കെ പറഞ്ഞുതരാം. ഇന്ന് ഞാൻ സന്തോഷവാനായിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ അല്ലെങ്കിൽ നമ്മൾ ലേഡീസ് ആണെങ്കിൽ സന്തോഷവതിയായിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സന്തോഷം എന്നിലൂടെ അനായാസേന ഒഴുകുന്നു. സന്തോഷം എന്നിലൂടെ അനായാസേന ഒഴുകുന്നു. എന്ത് സംഭവിച്ചാലും ഞാൻ ശാന്തനും നന്ദിയുള്ളവനും സന്തോഷവാനും ആയിരിക്കും. എന്ത് സംഭവിച്ചാലും, സ്ത്രീകളാണെങ്കിൽ എന്ത് സംഭവിച്ചാലും ഞാൻ ശാന്തയും നന്ദിയുള്ളവളും സന്തോഷമുള്ളവളും ആയിരിക്കും. എൻ്റെ സന്തോഷത്തിൻ്റെ സ്രഷ്ടാവ് ഞാൻ തന്നെയാകുന്നു. ഈ മനോഹരമായ ജീവിതത്തിന് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. ഇത് നിങ്ങൾക്ക് എഴുതാം, പറയാം. ലാസ്റ്റ് സെൻറ്റൻസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ മനോഹരമായ ജീവിതത്തിന് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് നമ്മൾ ഒന്നിനുമേ സമയം കിട്ടാത്തവർക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് ഈ മോർണിംഗ് ഡിക്ലറേഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ്. കാര്യം അത് പറയുന്നതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ഫീലിങ്സ് ആയിട്ടാണ് ചെയ്യേണ്ടത്, അല്ലാതെ ചുമ്മാ എണീറ്റിട്ട് കാണാപ്പാഠം പഠിക്കുന്ന പോലെ പറയാൻ പാടില്ല. ഞാനിന്ന് സന്തോഷവാദിയായിരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പം നമ്മളുടെ ആ ഒരു സന്തോഷം നമ്മൾ ഫീൽ ചെയ്യണം. ഇന്ന് ഞാൻ സന്തോഷവതിയായിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സന്തോഷം എന്നിലൂടെ അനായാസേന ഒഴുകുന്നു. അതായത് നമ്മൾ ശരീരത്തിലൂടെ ഒരു കാര്യം ഒഴുകുകയാണ്. അപ്പം നമുക്ക് വരുന്നൊരു ഫീലിംഗ് സന്തോഷം. ആ സന്തോഷം നമ്മളിലൂടെ അനായാസേന എന്നിലൂടെ ഒഴുകുന്നു. എന്ത് സംഭവിച്ചാലും ഞാനിന്ന് ശാന്തയും നന്ദിയുള്ളവളും സന്തോഷവതിയുമായിരിക്കും. എൻ്റെ സന്തോഷത്തിൻ്റെ സ്രഷ്ടാവ് ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് ഏറ്റെടുക്കുകയാണ്, നമ്മളെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇന്ന് സന്തോഷവതി ആയിരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. ഈ അവസാനത്തെ ഗ്രാറ്റിറ്റ്യൂഡ്, ഈ മനോഹരമായ ജീവിതം തന്നതിന് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു മോർണിംഗിൽ ഒരു ഡിക്ലറേഷനും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഇന്നത്തെ ദിവസം വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ എന്തായിരുന്നു, നാളെ എന്തായിരുന്നു എന്നൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇന്നൊരു പുതിയ ദിവസമാണ്, ഇന്ന് നമ്മളുടെ ഒരു പുതിയ ജീവിതമാണ്, ഇന്ന് നമ്മൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുകയാണ്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് എല്ലാ ദിവസവും നിങ്ങൾ പുതുതായിട്ട് തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ. ഒരു കണ്ടിന്യൂവേഷനോ ഒരു സ്റ്റാർട്ടിങ്ങോ ആകാതിരിക്കുക. എല്ലാ ദിവസവും പുതിയതാണ്, എല്ലാ ദിവസവും അന്ന് അവസാനിക്കുന്ന ദിവസമാണ്. അതിനെ നമ്മൾ തലേ ദിവസമായിട്ട് കൂട്ടിക്കെട്ടുകയോ പിറ്റേ ദിവസമായിട്ട് ലിങ്ക് ചെയ്യുകയോ ചെയ്യാതെ അന്നത്തെ ദിവസം മാത്രമായിട്ട് കണക്കാക്കി ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. അത് മാത്രമേ നടക്കുകയുള്ളൂ. നമുക്ക് പെർഫെക്റ്റായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള വാശി വിടുക. ഇന്ന് ചെയ്യാൻ പറ്റിയാൽ ഇന്ന് ചെയ്യുക എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.